ഗണിത പ്രകാശ് ക്ലാസ് 8 ചാപ്റ്റർ 1 ആയിട്ടുള്ള എ സ്ക്വയർ ആൻഡ് എ ക്യൂബ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കംസ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് സ്ക്വയർ നമ്പേഴ്സ്, അണ്ടർസ്റ്റാൻഡ് ക്യൂബ് നമ്പേഴ്സ്, ഐഡന്റിഫൈ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആൻഡ് പെർഫെക്റ്റ് ക്യൂബ്സ് ആൻഡ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനും ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാനും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കവർ ചെയ്യുന്നത്. ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ ചാപ്റ്ററിൽ കേൾക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ടേംസുകൾ ആദ്യം പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 3, 5, 7, 9 എക്സെട്ര ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് രണ്ട് നമ്പേഴ്സിന് ഇടയ്ക്കുള്ള ഇന്റർവെൽ എപ്പോഴും 2 ആയിരിക്കും. 3 - 1 2 ആണ്, 5 - 3 2 ആണ്, 7 - 5 2 ആണ്, 9 - 7 2 ആണ്. സോ ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഈവൻ നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് കഴിഞ്ഞുള്ള എല്ലാ നമ്പേഴ്സിനും നമ്മൾ ഈവൻ നമ്പർ എന്നാണ് പറയുന്നത്. 2, 4, 6, 8 ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈവൻ നമ്പേഴ്സിന്റെയും ഇന്റർവെല്ലിൽ വരുന്നത് 2 തന്നെയാണ്. അതായത് 4 - 2 2 ആണ്, 6 - 4 2 ആണ്, 8 - 6 2 ആണ്. സോ ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ ഈവൻ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടേം നോക്കാം, ഫാക്ടേഴ്സ്. എന്താണ് ഫാക്ടേഴ്സ്? ഒരു നമ്പറിന്റെ ഫാക്ടർ കണ്ടുപിടിക്കാൻ നിങ്ങളുടെ അടുത്ത് പറയും. അപ്പൊ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് രണ്ട് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ്, ടു ഫൈൻഡ് ദ ഫാക്ടേഴ്സ് ഓഫ് നമ്പർ 6 എന്ന് പറഞ്ഞ നമ്പറിന്റെ ഫാക്ടർ കാണണം. സെക്കൻഡ്, ടു ഫൈൻഡ് ദ ഫാക്ടേഴ്സ് ഓഫ് നമ്പർ 9. ആദ്യം നമുക്ക് 6 എന്ന് പറഞ്ഞ നമ്പറിന്റെ ഫാക്ടേഴ്സ് നോക്കാം. 6 എന്ന് പറഞ്ഞ നമ്പറിന്റെ ഫാക്ടേഴ്സ് 1 × 6 ആണ് 6. സോ 1ന്റെ ടേബിൾ 6 പ്രസന്റ് ആണ്. സോ 1 × 6 6 ആണ്. നെക്സ്റ്റ് വൺ, 2ന്റെ ടേബിളിൽ 6 അവൈലബിൾ ആണ്. സോ 2 × 3 6 ആണ്. ദെൻ 3യുടെ ടേബിളിൽ 3 × 2 ഓൾറെഡി റിട്ടൺ ആണ്. ദെൻ 4ന്റെ ടേബിൾ ഇല്ല, 5ന്റെ ടേബിളിൽ 6 കിട്ടില്ല. ദെൻ 6ന്റെ ടേബിൾ നോക്കും, 6 × 1 6 ആണ്. എഗെയിൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. സോ ദ ഫാക്ടേഴ്സ് ഓഫ് 6ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1, 2, 3, 6. സോ 6ന്റെ ഫാക്ടേഴ്സ് 1, 2, 3 ആൻഡ് 6. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 9ന്റെ ഫാക്ടേഴ്സും കണ്ടുപിടിക്കാം. 1ന്റെ ടേബിളിൽ 9 ഉണ്ട്. സോ 1 × 9 9. 2ന്റെ ടേബിളിൽ 9 ഇല്ല. 3യുടെ ടേബിളിൽ 9 ഉണ്ട്. 3 × 3 9 ആണ്. 4ന്റെ ടേബിൾ ഇല്ല. 5ന്റെ ടേബിളിൽ 9 ഇല്ല. 6 ഇല്ല. 7 ഇല്ല. 8ന്റെ ടേബിളിലും ഇല്ല. സോ 9ന്റെ ടേബിളിൽ അഗെയിൻ 9 × 1 9. സോ ഓൾറെഡി റിട്ടൺ ആണ്, പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. സോ ദ ഫാക്ടേഴ്സ് ഓഫ് 9 എന്ന് പറയുന്നത് 1, 3 ആൻഡ് 9. 3 ഒരു തവണ എഴുതിയാൽ മതി, ഓൾറെഡി എഴുതുന്നതുകൊണ്ട് ഒരു തവണ എഴുതിയാൽ മതി. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഫാക്ടർ പെയർ എന്നുള്ളത്. ഇവിടെ 1 × 6 എന്ന് പറയുന്ന ഒരു ഫാക്ടർ പെയർ ആണ്. രണ്ട് ഫാക്ടേഴ്സ് കൂടി ചേരുമ്പോഴാണ് ഒരു ഫാക്ടർ പെയർ ഉണ്ടാവുന്നത്. സോ ദിസ് ഇസ് എ ഫാക്ടർ പെയർ. ഇതുപോലുള്ള മറ്റ് ഫാക്ടർ പെയേഴ്സ് ആണ് 2 × 3 ഒരു ഫാക്ടർ പെയർ ആണ്. 1ഉം 9ഉം ഒരു ഫാക്ടർ പെയർ ആണ്. 1 × 9 എഴുതാം, അല്ല 1 9 ഫാക്ടർ പെയേഴ്സ്. 3, 3 എന്ന് പറയുന്ന അടുത്തൊരു ഫാക്ടർ പെയർ ആണ്. അപ്പം ഇവരെ എല്ലാം നമുക്ക് എന്തെന്ന് വിളിക്കാം, ഫാക്ടർ പെയേഴ്സ് എന്ന് വിളിക്കാം. അടുത്തതായിട്ട് നമ്മൾ ഈ രണ്ട് ഫാക്ടേഴ്സ് നോക്കി 6ന്റെ ഫാക്ടറും 9ന്റെ ഫാക്ടറും നമുക്കൊന്ന് അതിൻ്റെ ഒരു ഡിഫറൻസ് നോക്കാം. നമുക്ക് 6ന്റെ ഫാക്ടേഴ്സും 9ന്റെ ഫാക്ടേഴ്സും. 6ന്റെ ഫാക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 6ന് 4 ഫാക്ടേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഈവൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണ് 6ന് കിട്ടിയിരിക്കുന്നത്. 6ന്റെ ഫാക്ടേഴ്സിന്റെ പ്രത്യേകത ഈവൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അതായത് 1, 2, 3, 4 ഫാക്ടേഴ്സേ ഉള്ളൂ 6ന്. അതുകൊണ്ടാണ് ഈവൻ നമ്പർ ഓഫ് ഫാക്ടർ എന്ന് പറയുന്നത്. 9ന്റെ നോക്കിക്കേ, 9ന് 1, 2, 3 ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണ്. 3 ഫാക്ടറെ 9ന് കിട്ടിയിട്ടുള്ളൂ. സോ 3 എന്ന് പറയുന്ന ഓഡ് നമ്പർ ആണ്. സോ 9ന് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഇനി വേറൊരു ഡിഫറൻസ് നോക്കിയാലോ.
6ന്റെ ഫാക്ടർ പെയേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫാക്ടർ പെയേഴ്സ് എല്ലാം ഡിഫറെൻ്റ് ആണ്. 1,6 2,3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാക്ടർ പെയർ. ഒരു ഫാക്ടർ പെയർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തെ നമ്പേഴ്സ് ഡിഫറെൻ്റ് ആണ്. പക്ഷെ നമ്മൾ ഈ 9ന്റെ ഫാക്ടേഴ്സ് ഒന്ന് എടുത്ത് നോക്കിക്കേ. 1,9 ആൻഡ് 3,3. ഇവിടുത്തെ പ്രത്യേകത ഫാക്ടർ പെയേഴ്സ് സെയിം ആയിട്ട് വരുന്നൊരു പ്രത്യേകതയുണ്ട് 9. സോ 6ന് എന്തില്ല? സെയിം നമ്പർ ഓഫ് ഫാക്ടർ പെയേഴ്സ് ഇല്ല. സോ നോ സെയിം ഫാക്ടർ പെയർ. മറിച്ച് 9 നോക്കിക്കേ. 9 എന്തോ ഉണ്ട്? സെയിം ഫാക്ടേഴ്സ് വരുന്നൊരു ഫാക്ടർ പെയർ ഉണ്ട്. അതുകൊണ്ട് to have same or equal factor pairs. സോ ഇതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് സ്ക്വയർ നമ്പർ എന്നുള്ളത്. ഇവിടെ 6ന് ഈവൻ നമ്പർ ഓഫ് ഫാക്ടറും ഫാക്ടർ പെയർ സെയിമും അല്ല. സോ 6 ഈസ് നോട്ട് എ സ്ക്വയർ നമ്പർ. ഇതൊരു സ്ക്വയർ നമ്പർ അല്ല. മറിച്ച് 9 നോക്കിക്കഴിഞ്ഞാൽ 9ന് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സും ആണ്. ശ്രദ്ധിച്ചോണം, ഓഡ് നമ്പർ ഓഫ് ഫാക്ടറും സെയിം ആയിട്ടുള്ള ഫാക്ടർ പെയറും ഉണ്ട്. അതായത് 3,3 എന്ന് പറഞ്ഞ ഫാക്ടർ പെയറും ഉണ്ട്. ഇതിന്റെ ടോട്ടൽ നമ്പർ ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സും ഉണ്ടായിരുന്നത് കൊണ്ട് 9 എന്ന് പറയുന്നത് ഇസ് എ സ്ക്വയർ നമ്പർ ആണ്. സോ ഏതൊരു നമ്പർ തന്നിട്ട് ആ നമ്പർ ഒരു സ്ക്വയർ നമ്പർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതിന്റെ ഫാക്ടേഴ്സ് എഴുതി നോക്കുക. ഫാക്ടേഴ്സ് എഴുതിയിട്ട് അതിന് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ സ്ക്വയർ നമ്പർ. അത് മാത്രം നോക്കിയാൽ പോരാ, അവർക്ക് എന്തുകൂടെ ഉണ്ടായിരിക്കണം? എനിവേ ഇത് ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിന് സെയിം ഫാക്ടർ പെയർ ഉണ്ടെന്നാണ് ഇതിനർത്ഥം. അങ്ങനെയാണെങ്കിൽ എന്താണ് സ്ക്വയർ നമ്പർ? എ സ്ക്വയർ നമ്പർ ഈസ് ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് എ നമ്പർ ബൈ ഇറ്റ് സെൽഫ്. ഒരു നമ്പറിനെ ആ നമ്പർ വെച്ച് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആ നമ്പറിന്റെ ഒരു സ്ക്വയർ നമ്പർ കിട്ടുക. അതായത് സ്ക്വയർ നമ്പർ കാണാനുള്ള ഇക്വേഷൻ ആണ് സ്ക്വയർ നമ്പർ ഈസ് ഈക്വൽ ടു ഒരു നമ്പറിനെ n ആക്കി എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ n എന്ന് പറഞ്ഞ നമ്പറിനെ ആ സെയിം നമ്പർ വെച്ച് തന്നെ ഇൻറ്റു ചെയ്യണം. അപ്പോഴാണ് സ്ക്വയർ നമ്പർ കിട്ടുക. ഇത് ഇക്വേഷൻ ആട്ടോ. n ഇൻറ്റു n ഈക്വൽ ടു n സ്ക്വയർ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സ്ക്വയർ ഒരു നമ്പറിന്റെ സ്ക്വയർ നമ്പർ കിട്ടാനുള്ള ഇക്വേഷൻ ആണ് n ഇൻറ്റു n ഈസ് ഈക്വൽ ടു n സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ നമ്പേഴ്സിന്റെ സ്ക്വയർ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമ്പർ എടുക്കാം 1. 1ന്റെ സ്ക്വയർ. 1ന്റെ സ്ക്വയർ ചോദിച്ചു കഴിഞ്ഞാൽ 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 1. n സ്ക്വയർ ഇസ് ഈക്വൽ ടു n ഇൻറ്റു n. സോ 1 സ്ക്വയർ നമുക്ക് 1 ഇൻറ്റു 1. അതായത് ഈ നമ്പറിനെ അതേ നമ്പർ വെച്ച് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അതിന്റെ സ്ക്വയർ കിട്ടുന്നത്. 1 ഇൻറ്റു 1 വിച്ച് ഇസ് ഈക്വൽ ടു 1. സോ 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. നെക്സ്റ്റ് 2 സ്ക്വയർ നോക്കാം. 2ന്റെ സ്ക്വയറിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് 2 ഇൻറ്റു 2. 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് 4 ആണ്. സോ 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. 3 സ്ക്വയർ. 3 സ്ക്വയറിനെ നമുക്ക് 3 ഇൻറ്റു 3 എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ 3 ഇൻറ്റു 3 9 ആണ്. നെക്സ്റ്റ് വൺ 4 സ്ക്വയർ. 4 ഇൻറ്റു 4 is equal to 16. സോ 4ന്റെ സ്ക്വയർ 16 ആണ്. നെക്സ്റ്റ് 5 സ്ക്വയർ. 5 ഇൻറ്റു 5 is equal to 25. സോ 5ന്റെ സ്ക്വയർ 25 ആണ്. അപ്പം നിങ്ങൾക്ക് ചാപ്റ്ററിൽ ഏകദേശം 30 വരെ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പാറ്റേൺസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. സോ അപ് ടു 30 വരെ നിങ്ങൾ ചെയ്ത് നോക്കുക. 30യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 30 ഇൻറ്റു 30 ആണ്. സോ 3 ഇൻറ്റു 3 9 ആണ്. പിന്നെ എത്ര പൂജ്യം ഇട്ട് കൊടുക്കണം? 2 പൂജ്യം കൂടി ഇട്ട് കൊടുക്കുക. സോ 900 ആണ് 30യുടെ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ പോർഷൻ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൻ്റെ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.